ഫോൺ എടുക്ക്, ഫോൺ എടുക്കടാ, ഒന്ന് ഫോൺ എടുക്കടാ, ഫോൺ എടുക്ക്, ഫോൺ എടുക്കടാ, ഒന്ന്. നിങ്ങൾ എവിടെ മനുഷ്യ? ഞാൻ ശങ്കറിന്റെ വീട്ടിലാണ്. അവിടെ എന്ത് ചെയ്തിരിക്കുക? നിങ്ങൾ എപ്പോഴാണ് വീട്ടിൽ വരുന്നേ? ഞങ്ങള് ഡാൻസ് പ്ലാൻ ചെയ്യാണ്. ഈ പ്രായത്തിലേക്ക് ഡാൻസോ? നടു ഒഴിഞ്ഞ് അവിടെ കാര്യം കിടക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഡാൻസ് ഒക്കെ ഇനി ആര് കാണാനാ? വെറുതെ ആൾക്കാരെ വെപ്പിക്കാനായിട്ട്. അല്ല, ഞങ്ങൾ കിഡ്സ് ഡാൻസ് പ്ലാൻ ചെയ്യാൻ. ഓ ആണോ? ശരി ശരി. അതെ, പാട്ടൊക്കെ നല്ലതൊക്കെ നോക്കി എടുക്കണം. പിന്നെ പ്രോപ്പർട്ടീസ് വേണം കേട്ടോ, നല്ലത്. പിന്നെ കോസ്റ്റ്യൂം ഞാനതൊന്ന് ആമസോണിൽ ഒന്ന് നോക്കട്ടെ. ഓക്കെ, ഞാൻ ബിസിയാണ്, പിന്നെ വിളിക്കാം. അയ്യോ, നമുക്കൊരു ഡാൻസ് ചെയ്യുന്നല്ലോ. ഓ പറ്റില്ല, ഞാൻ വേറൊരു ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇതിന് അല്ല, ഇവന്മാരിട്ട് ഒരാൾക്ക് ഒരു ഡാൻസേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെ എന്തൊക്കെയോ റൂൾസ് ഇറക്കിയിട്ടുണ്ടല്ലോ. അതെ, കഷ്ടമായിപ്പോയി. ഞാനും ഒരു രണ്ട് പാട്ട് പാടുന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ പറ, വെറുതെ അല്ല അവന്മാർ ആ പുതിയ റൂഡ് കൊണ്ടുവന്നു. നിന്റെയൊക്കെ ഒരുപാട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെ ആ രണ്ടം. കഴിഞ്ഞാണ് അവന്റെ പാട്ട് കേട്ടിട്ടില്ലേ, ജനങ്ങളൊക്കെ ഇളകി ബാത്റൂം ഒക്കെ ചവിട്ടി നശിപ്പിച്ചത്. വിഷമിക്കണ്ട, കലാകാരന്മാരല്ലാത്തവരെ സമൂഹം ഒരിക്കലും എന്നാ പിന്നെ സ്കിറ്റ് ഇറക്കിയാലോ? അയ്യോ അത് പറ്റില്ല, ഞാനൊരു സ്കിറ്റ് ചെയ്യുന്നുണ്ട്. ആ, വേറെ സ്കിറ്റ് ഉണ്ടോ? പിന്നെ 4 സ്കിറ്റ് രജിസ്റ്റർ ആയെന്നാ കേട്ടത്. ഷടാ, അപ്പൊ സ്കിറ്റും ചെയ്യാൻ പറ്റില്ലേ? ഹോ, ജനങ്ങൾ രക്ഷപ്പെട്ടു. എത്രാന്ന് വെച്ചാ നിന്നെയൊക്കെ സഹിക്കുക. പണ്ടേ വർഗക്കാരൻ്റെ പറഞ്ഞതാ, ഇനി മേലാൽ ഇമാതിരി സ്കിറ്റ് കൊണ്ട് ഇറങ്ങിയേക്കരുത്. അത് പിന്നെ മാർക്കറ്റ് ആൻഡിക്ക് നമ്മളോട് അസൂയായതുകൊണ്ടാ. അല്ലാതെ കലാകാരന്മാരല്ലാത്തോണ്ടല്ല. എന്നാ പിന്നെ ഒരു പുതിയ ഐറ്റം ഇറക്കിയാലോ? അത് കൊള്ളാം. ശരിയാ, അത് പൊളിക്കും. ഒരെണ്ണം കൂടെ വിളിച്ചേ. അത് പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോ നമ്മുടെ ഡാൻസ് മാസ്റ്റർ വിക്രത്തെ കൂടെ ഒന്ന് കൊണ്ടുവരണം. നമുക്ക് സ്റ്റെപ്പിടെ ആരെങ്കിലും വേണ്ടേ? അങ്ങനെ ഡാൻസ് മാസ്റ്റർ വിക്രം സാറുമായി ഇതാ പ്രാക്ടീസിനെത്തുന്നു ടീം തരികിടാസ്. എല്ലാവർക്കും ഓരോ ക്ലാസ് എടുത്ത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ക്ലാസ് ഞാൻ പ്രത്യേകം എടുക്കണോ? അതൊന്നും നടക്കൂല. എല്ലാവർക്കും കൂടെ ചേർത്ത് വേണമെങ്കിൽ ഒരു ക്ലാസ് എടുക്കാം. അതല്ലടാ, ഗ്ലാസ് ഗ്ലാസ്. ഓ ഗ്ലാസ്, കൂളിംഗ് ഗ്ലാസ്. കൂൾ. ഓ, ഇന്നാ പീടി ഇവ പ്രശ്നം തീർന്നാലോ? എനിക്ക് ഗ്ലാസ് ഒന്നും വേണ്ട. അതെന്നാ? അല്ല, ഇവൻ ഇവിടെ ടച്ചിങ്സ് തീർക്കാനായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ആ, അത് പേടിക്കണ്ട. ഇത്തവണ ഞാൻ ടച്ചിങ്സ് ഒന്നും മേടിച്ചിട്ടില്ല. പ്രാക്ടീസ് ഇല്ലേ? ഇപ്പൊ തീരുമാനമായല്ലോ, ഇനി നീ ആ പിള്ളേർക്ക് പോയി 2 സ്റ്റെപ്പ്. ഓക്കെ. അല്ല, ആരെയാണ് പഠിപ്പിക്കേണ്ടത്? മോഹിനി, ഭരതൻ? മനസ്സിലായില്ല. അല്ല, പെൺകുട്ടികളാണോ ആൺകുട്ടികളാണോ എന്ന്. പെൺകുട്ടികളെ മാത്രമേ മോഹിനിയാട്ടം പഠിപ്പിക്കാവുള്ളൂ എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ആരാണ് ഈ ഞങ്ങൾ? അത് വീട് ഇവിടെ ഇപ്പൊ നീ മോഹിനിയാട്ടോ കുച്ചിപ്പൊടി ഒന്നും പഠിപ്പിക്കണ്ട, സിനിമാറ്റിക് മാത്രം പഠിപ്പിച്ചാൽ മതി. ആ, സിനിമാറ്റിക് ആണോ? സിനിമാറ്റിക് പിന്നെ ഏത് വൃത്തിയായിട്ടാലും പഠിക്കാം. ആ, അതുകൊട്ടെ. ഏത് സോങ് ആണ് പിള്ളേർക്ക് പഠിപ്പിക്കേണ്ടത്? നമുക്ക് ജോണി വാക്കറിലെ പാട്ട് പഠിപ്പിക്കാം. ആ, അതാവുമ്പോ പിന്നെ ഈ ഗ്ലാസുകളൊക്കെ പ്രോപ്പർട്ടീസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഫോൺ എടുക്ക്, ഫോൺ എടുക്കടാ, ഒന്ന് ഫോൺ എടുക്കടാ. ഓ, വൈഫ് വിളിക്കുന്നു. മുടുപോയി. നിങ്ങൾ എവിടെ മനുഷ്യ? ഞാൻ പിള്ളേരുടെ ഡാൻസ് പ്രാക്ടീസിലാ. അതെ, നിങ്ങൾ ഏത് സോങ്ങാണ് എടുത്തത്? അത് ജോണി വാക്കറിലെ പാട്ട്. ഓ, പിള്ളേരെ കൂടെ നശിപ്പിക്കാനായിട്ട്. നിങ്ങൾക്ക് വേറെ പാട്ടൊന്നും കിട്ടിയില്ല മനുഷ്യ. ഓ ശരി, നീ വെക്ക്. പാട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? അതെ, അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പാട്ട് മാറ്റണോ? പൊതുവെ അവളെ എന്ത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാലും അത് ഭയങ്കര ഹിറ്റാവും. ശരിക്കും? അതെ, അവൾക്ക് എന്നെ കണ്ണെടുത്ത കണ്ടോ, പക്ഷെ ഞാൻ ഭയങ്കര ഹിറ്റുള്ള. ആ പിള്ളേരെ, ഇന്നത്തെ പ്രാക്ടീസ് കഴിഞ്ഞു. എല്ലാരും ഗോ ടു യുവർ ക്ലാസ്സസ്. ആ ക്ലാസ് ഒക്കെ ഇവിടെ വെച്ചിട്ട് പോകും. അതെ, പിള്ളേരുടെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ഇറങ്ങുവാണ്. എനിക്ക് ഇവിടുന്ന് പോകാൻ അനുവാദമില്ല. കലിയുഗത്തിന്റെ അപഭ്രംശമായ പ്രയോഗമായതുകൊണ്ടാണോ? അതല്ല, ഞാൻ കൂടി ഈ സ്റ്റെപ്പൊക്കെ ഒന്ന് പഠിപ്പിച്ചിട്ട് താൻ ഇവിടെ നിന്ന് പോയാൽ മതി. ഓക്കെ. ഈ ഞങ്ങൾ ഏത് പാട്ടിനാണ് ഡാൻസ് കളിക്കാൻ പോകുന്നത്? ആരും എടുക്കാൻ സാധ്യതയില്ലാത്തൊരു പാട്ടാണ്.
അത് വേണ്ട, അതാവുമ്പോ പുതിയ സ്റ്റെപ്സ് ഒക്കെ പഠിക്കണ്ടേ. പാട്ട് ഏതായാലും നമ്മളുടെ സ്റ്റെപ്പൊക്കെ ഒന്ന് തന്നെയല്ലേ. ഇങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിൽ ഒരു ഫ്രഷ് ഐറ്റം ഉണ്ട്. അതേതാണോ പുതിയൊരു ഐറ്റം? ഇവിടെ ഉണ്ടായിരുന്ന ചെയറൊക്കെ എവിടെ? ഇരുന്ന് സംസാരിക്കുന്നത് പിന്നെയാവാ. നീ ആദ്യം പാട്ട് ഏതാണെന്ന് പറ. ചെയർ ഇരിക്കാനുള്ളതും അത് വെച്ചിട്ടൊരു പുതിയ സ്റ്റെപ്പ് ഉണ്ട്. ഓ, കുർച്ചി മടത്തപ്പെട്ടിയായിരിക്കും. അതെങ്ങനെ മനസ്സിലായി? എടേ, ഇവിടെ ഒരു 8-10 ടീം ഇതേ പാട്ടിനെ തന്നെ ഡാൻസ് കളിക്കുന്നുണ്ട്. അതിൽ 2 ഞാൻ തന്നെ ചെയ്യുന്നതാണ്. ഇനി ഏതെങ്കിലും ഒരു ചെയറില്ല. കാര്യം എന്താ, എല്ലാം ഇവൻ പ്രാക്ടീസിന് എടുത്തോണ്ട് പോയിരിക്കല്ലേ. ഓവർ ആക്കല്ലേ, ഒരുപാട് ലേറ്റായി. പ്രാക്ടീസ് ചെയ്യണ്ടേ? ഓ, പ്രാക്ടീസ് ചെയ്യണം അല്ലേ? ഓക്കെ ബോയ്സ്, ലെറ്റ്സ് ഡാൻസ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നോക്കിക്കോ. 1 2 3 4 1 2 3 4. ഇനി നിങ്ങളൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. റെഡി? 1 2 3. ഒന്നും മനസ്സിലായില്ല. മനസ്സിലായില്ല? നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേട്ടോ. വാളെടുക്കുക, വാൾ വയ്ക്കുക, വാളെടുക്കുക, വാൾ വയ്ക്കുക. ഇപ്പൊ മനസ്സിലായോ? അങ്ങനെ പറ. ഇപ്പൊ മനസ്സിലായി. മനസ്സിലായി. ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി വായി നോക്കിയിരിക്കാതെ എല്ലാവരും പോയി വാൾ വെച്ച് അല്ല സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്തേ. വാളെടുക്കുക, വാൾ വയ്ക്കുക. തനിക്ക് വാൾ വെക്കാൻ എന്താ ഇത്ര പാട്? താങ്ങി വെക്കും. ആ വാളല്ല, നമ്മൾ എടുത്ത വാൾ അവിടെ എടുത്ത് വെക്കാതെ. അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും സ്റ്റെപ്പ് മനസ്സിലായല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ശ്രദ്ധിച്ചു നോക്കിക്കോ. 1 2 3 4 1 2 3 4. ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ പിടിയിട്ടി പിടിയിട്ടില്ലേ? ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് പഠിക്കാം. സൂക്ഷിച്ചു നോക്കിക്കോ. 1 2 3 4 1 2 3 4. ഇത് ഇതെനിക്ക് മനസ്സിലായി. ഫ്രിഡ്ജിൽ നിന്ന് കുപ്പി എടുക്കുന്ന സ്റ്റെപ്പല്ലേ? അല്ല, മുദ്ര ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് ഐസ് എടുക്കുന്ന സ്റ്റെപ്പാണ്. ഫ്രിഡ്ജ് തുറക്കുക, ഐസ് എടുക്കുക. ഫ്രിഡ്ജ് തുറക്കുക, ഐസ് എടുക്കുക. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് എല്ലാം സെറ്റില്ലേ? ഇനി നമുക്ക് പാട്ടിന്റെ കൂടെ ഈ സ്റ്റെപ്പ് കളിക്കാം. പക്ഷെ പാട്ട് ഏതാണെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ലല്ലോ. പാട്ട് ഏതാണെങ്കിൽ എന്താ, നമ്മൾ ഈ സ്റ്റെപ്പ് കളിച്ചാൽ പോലെ. പിന്നെ ഒരു ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഡാൻസുകളിലെല്ലാം അരുണിന്റെ എനർജി ലെവലുമായിട്ട് നമ്മൾ മാച്ച് ചെയ്യുന്നില്ല, നമ്മൾ സിങ്ക് ആവുന്നില്ല എന്നൊരു പരാതി ഉണ്ട്. ഓഹോ, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എന്താ ഒന്ന് നോക്കിയിട്ട് കാര്യമില്ല. അരുണെ, നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് കളിച്ചേ. ഓക്കെ. വളർക്കുക, വളർക്കാം, വളർത്ത, വളർക്കുക, വളർക്കുക, വളർക്കാം. മതി മതി മതി. നീയൊന്ന് ആ സ്റ്റെപ്പ് കളിച്ചേ. വാളെടുക്കുക, വാള് വയ്ക്കുക, വാളെടുക്കുക, വാള് വയ്ക്കുക, വാളെടുക്കുക, വാള്. ഇപ്പൊ മനസ്സിലായി. കുഴപ്പമുണ്ട്. അരുണെ, ആ സ്റ്റെപ്പ് കുറച്ചൊന്ന് എനർജി കുറച്ചൊന്ന് ഡാൻസ് ചെയ്ത്. വളർക്കുക, വളയ്ക്കുക, വളർക്കുക. അത് പോലെ കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കാം. വളർത്ത, വള വയ്ക്കുക, വാളെടുക്കുക, വളയ്ക്കുക. ഓക്കെ. ഇത് മതി. അതെ, കുറച്ചുകൂടി ഇതൊന്ന് കുറയ്ക്കാൻ പറ്റും. അതെ, അയാൾ അത്രയും കുറച്ചില്ലേ, ഇനി നീ കുറച്ചൊന്ന് കൂട്ടി അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പൊ എല്ലാരും സിങ്ക് ആയല്ലോ. അങ്ങനെ സ്വല്പം തട്ടിപ്പും കുറേയേറെ വെട്ടിപ്പുമായി ടീം തരികിടാസ് ഇതാ ഗോതയിലേക്ക്. അടുത്തതായി പരിപാടി അവതരിപ്പിക്കാൻ നിങ്ങളുടെ മുന്നിൽ ഇതാ എത്തുന്നു ടീം തരികിടാസ്. പാർട്ടിസിപ്പൻസ് അരുൺകുമാർ. വീണത് 1, വീഴാത്തത് 1. ഇതെന്താ ഇങ്ങനെയൊക്കെ? അതെ ചേട്ടാ, ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ നമ്മുടെ ആൾക്കാർക്ക് അത് മനസ്സിലാകത്തുള്ളൂ, അതുകൊണ്ടാണ്. സൂര്യന് രാജരാജ്, മുരളി മുഹമ്മദ്, ശങ്കർ, സോണി, രാജു, എലിയാസ്, വിക്രം, എലിയാസ്, ഡാൻസ് മാസ്റ്റർ. അതെ, പരിപാടി തുടങ്ങി. നിങ്ങളുടെ പിള്ളേർക്ക് എവിടെ? അത് ചേട്ടാ, നമ്മുടെ പിള്ളേരൊക്കെ ഒരു ധൈര്യത്തിന് വേണ്ടി പാർക്കിംഗ് ഏരിയ വരെ പോയതാ. പിന്നെ ഇത് മൈക്കിലും കൂടെ പറയണ്ട പ്ലീസ്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എല്ലാരും സ്റ്റേജിൽ കയറിയില്ലെങ്കിൽ ഇപ്പൊ പരിപാടി ക്യാൻസൽ ചെയ്യും. ചേട്ടാ, അത് അവരൊക്കെ എത്തി. ഇതെന്താ ഇങ്ങനെ?
ധൈര്യം കുറച്ച് കൂടിപ്പോയോന്നൊരു സംശയം. ഈ അവസ്ഥയിൽ ഇവരെ കൊണ്ട് എന്ത് കാണിക്കാനാ? പരിപാടി ക്യാൻസൽ ചെയ്യട്ടെ. ഈ സിറ്റുവേഷനിൽ ഇടാൻ പറ്റിയൊരു പാട്ടുണ്ട്. ആ പാട്ടൊന്നിട്ട്